ഇനി ഖുതുബയുടെ ഭാഷ ഏതാ? വയുശ്തറത്തു കൗനുൽ ഖുതുബത്തി അറബിയ്യതൻ, ഖുതുബ അറബിയിലായിരിക്കൽ ഷർട്ടാണ്. لأن النبي والخلفاء بعده كانوا يخطبون بالعربية. നബിയും സഹാബത്തും അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. കാരണം എന്താ? ഖുതുബ ദിക്റ. ഖുതുബ എന്നുള്ളതിന് ഖുർആനിൽ വിശേഷിപ്പിച്ചത് രണ്ട് പ്രയോഗങ്ങളാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാ അയൽ ഖുതുബ വഇദാ ഖുരിഅൽ ഖുർആനു, മറ്റൊന്ന് ഖുർആനാണ്. ദിക്റുകൾ നമ്മൾ കാണുന്നതൊക്കെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് വബിഹംദില്ലാഹ്, ദിക്റുകളൊക്കെ അറബിയിൽ കാണാം. ഫൈദാ ഖുരിഅൽ ഖുർആൻ ഖുർആനൻ അറബിയൻ, ഖുർആനും അറബിയിലാണ്, ഖുതുബ അറബി ഭാഷയിലാണ് സ്വഹാബത്ത്. അതുകൊണ്ടാണ് KM മൗലവിയോട് ഖുതുബയൊന്ന് ട്രാൻസ്ലേഷൻ ചെയ്താൽ കൊള്ളാമെന്ന് 1926 കാലഘട്ടങ്ങളിൽ പറഞ്ഞപ്പോൾ KM മൗലവി ഈ ചോദിച്ചു വന്ന ആൾക്കാരോട് പറഞ്ഞെന്താ അറിയോ? ولكن هنا شيء ينبغي الالتفات إليه وهو أننا لم نجد في كتاب من الكتب أن السلف الصالحين ومن كانوا من بعدهم حينما يخطبون الخطب المذكورة يذكرون أركانها ويترجمون توابعها എന്ന് പറഞ്ഞുകൊണ്ട് KM മൗലവി പറയാണ്, ഈ ഖുർആൻ ഈ ഖുതുബ എന്ന് പറയുന്നത് തേങ്ങക്കാലത്ത് തേങ്ങ ഖുതുബ, മാങ്ങക്കാലത്ത് മാങ്ങ ഖുതുബ, റബ്ബർ കാലത്ത് റബ്ബർ ഖുതുബ എന്ന് ഓതാൻ പറ്റിയതല്ല. നബിയും സഹാബത്തൊക്കെ അനർബി നാടുകളിൽ പോലും സഹാബത്തൊക്കെ അറബി ഭാഷയിലാണ് ഖുതുബ ഓതിയിരുന്നത്. അത് നമ്മളൊന്ന് ഉൾക്കൊള്ളണ്ടേ എന്ന് KM മൗലവി ഇവരോട് ചോദിച്ചത് 1926 അൽ-ഇർഷാദിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ ആ ഖുതുബ അറബിയിലാവുക എന്നത് നബി പഠിപ്പിച്ചു, സഹാബത്ത് പഠിപ്പിച്ചു. നമ്മളെ സുന്നി പള്ളിയിലുണ്ട്, മക്കത്തുണ്ട്, മദീനത്തുണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കണം, മദീന പള്ളിയിൽ പോയി അല്ലെങ്കിൽ മക്കയിലെ ഹറമിൽ പള്ളിയിൽ പോയി 2 വർഷം ജുമുഅ ഖുതുബ അവിടെ കൃത്യമായി കൂടി 104 വെള്ളിയാഴ്ച അവിടെ അറബി ഖുതുബ കേട്ടിട്ട് നാട്ടിൽ 2 മാസത്തെ ലീവിന് വന്ന് 8 വെള്ളിയാഴ്ച തിരിയണമെന്ന് വാശി പിടിക്കണത് ചിത്താന്തം എന്നല്ലാതെ എന്താ പറയാം? മദീനത്തെ പള്ളിയിൽ ഒരു കൂടി അവിടെ അറബിയില ഖുതുബ, അതല്ലാതെ അവിടെ തമിഴന്മാരുണ്ട്, വളങ്കരിക്കത് സൊള്ള മുടിയാതെ എന്ന് പറഞ്ഞിട്ട് തമിഴിലില്ല, ഹും ചാം ഷും എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഖുതുബ അവിടെ ഇല്ല, ഖുദാ ബടാഹേ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഖുതുബ അവിടെ ഇല്ല. അറബി ഖുതുബ, അറബി നിസ്കാരമാണ്. ഈ അറബി ഖുതുബ അറബി നിസ്കാരം 104 വെള്ളിയാഴ്ച കൂടിയിട്ട് 8 വെള്ളിയാഴ്ച മലയാളത്തിലുള്ള സംഗതി കേൾക്കണം എന്ന് പറഞ്ഞാൽ വാശി എന്നല്ലാതെ എന്താ ഇപ്പം അതിന് പറയാം? അതിന് വല്ല ആയത്തും ഉണ്ടോ, വല്ല ഹദീസും ഉണ്ടോ? അതുകൊണ്ട് അങ്ങനെയുള്ള പള്ളികൾ, അത്തരം പള്ളിയുടെ പേരിൽ പടച്ചുണ്ടാക്കിയില്ലേ പോയി നമ്മളെ ഇബാദത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് ഈ സമയത്ത് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച സംഭവം അതാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞത്, എന്നെ തുണ്ടം തുണ്ടമാക്കിയാലും മദീനയിൽ നിന്ന് ഞാൻ പിരിയൂല. കാരണം മദീനയിൽ നബി തങ്ങളുടെ ഖബർ ശരീഫുണ്ട്, അതിൻ്റെ മഹത്വമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞവരാണ്. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും അങ്ങനെയാണ്. അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങളും സഹാബത്തും അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർവഴി അവലംബിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ചിന്തയുണ്ടാവുക. എന്നാൽ പല കക്ഷികളും പല ചിന്താധാരകളും പലതും നമ്മൾ കാണുമ്പോൾ ഏതാണ് ശരി എന്ന് ചിന്തിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് മാർഗം? ഇപ്പൊ പള്ളി, നമ്മുടെ പള്ളിയിൽ 2ാം വാങ്കുണ്ട്, തറാവീഹ് 20 ഉണ്ട്, ഖുതുബ അറബിയിലുണ്ട്, മക്കത്തെ പള്ളിയിലും അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം റെഡിയാണ്. എന്നാൽ മസ്ജിദു തഖ്വ അല്ലാഹു തആല പറഞ്ഞു, ചില വിഭാഗങ്ങളിൽ ഭിന്നിപ്പിന്റെ പള്ളി കൊണ്ടുവരും. വല്ലദീന തഖദു മസ്ജിദൻ ദിറാറ,
കുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾ നല്ല ഐക്യത്തോടെ നടക്കുന്ന, നല്ല റാഹത്തോടു കൂടെ ജീവിക്കുന്ന മേഖലയിൽ ഭിന്നിപ്പുമായി വരുമ്പോൾ അവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കരുത് നബിയെ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വക്ക് വേണ്ടിയുള്ള പള്ളിയിൽ നിർവഹിച്ചാൽ മതി. അപ്പൊ തഖ്വക്ക് വേണ്ടിയുള്ള പള്ളി ഏതാ? ഫീഹി റിജാലുൻ, പുരുഷന്മാര് മാത്രം പങ്കെടുക്കുന്ന പള്ളി. ഫീഹി റിജാലുൻ, പുരുഷന്മാര് മാത്രം പങ്കെടുക്കുന്ന പള്ളി. ഷാഫി ഇമാം ഇങ്ങനെ വിഷയങ്ങൾ നബിയോ സഹാബത്തോ അവരുടെ ഭാര്യമാരോടോ പെൺമക്കളോടോ ജുമാ ജമാഅത്തിലൊന്നും പങ്കെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. വല്ല ഖൈറുമുണ്ടായിരുന്നുവെങ്കിൽ കൽപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പള്ളികളെ തൊട്ട് അല്ലാഹുവിൻ്റെ അടിയാത്തികളെ തടയരുത് എന്നില്ലേ? അത് കഅബാലയത്തിൽ മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന് ഉംറക്ക് വരുമ്പോൾ തവാഫിന് വരുന്ന പെണ്ണുങ്ങളെ തടയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് വിശദീകരിച്ചത്. ഉമ്മു ഹമീദിന് സായിദി എന്ന പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയോട് കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ എനിക്കിഷ്ടാണ്. എന്നും അങ്ങനെയുള്ളൊരു പരിപാടിയാണെങ്കിൽ ആ ചോദ്യം തന്നെ ഫാൾട്ടല്ലേ. അപ്പം നമ്മൾ ആരെങ്കിലും പോയിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദ് അടുത്ത വെള്ളിയാഴ്ച പള്ളി കയറട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ആലിൻ്റെ കൂടി പോയിക്കണമെന്നല്ല ചോദിക്കുക. ഉമ്മു ഉബൈദിൻ സായിദിൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ ഇന്നി വഹിബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, നബി ഞങ്ങളപ്പം നിസ്കരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? എൻ്റെ അപ്പല്ലേ മദീനത്തെ പള്ളിക്കല്ലേ, വന്നോളൂ എന്നല്ല. ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഈ, എന്നോട് കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്ന വിവരം എനിക്കറിയാം. മോളെ നീ വീടിൻ്റെ ഉള്ളിൽ നിസ്കരിക്ക്, അതാണ് നിനക്ക് ഉത്തമം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കിയാലും അഖ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിഷയം അങ്ങനെ. അതുകൊണ്ട് ഈ സമയത്തുണർത്താനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരായ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ, മഹാന്മാരായ സ്വഹാബത്തെ കിറാം, അവർ വരച്ചു കാണിച്ചു തന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, ആ ആദർശങ്ങളാണ് ജീവിതത്തിൽ പുലർത്തേണ്ടത്. അള്ളാഹുവെ കുറിച്ചുള്ള വികലമായ വിശ്വാസം പറയുന്ന ആളുകളുടെ കൂടെ കൂടാൻ പാടില്ല. ഹബീബായി നബി തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരുടെ കൂടെ കൂടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇകഴ്ത്തുന്ന ആളുകൾ ഒരിക്കലും പാടില്ല. പ്രിയപ്പെട്ടവരെ, അത്തരം കക്ഷികളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തവരെ ഹിദായത്തിലേക്കാക്കുക, അതല്ലെങ്കിൽ അവരുടെ ശർറിനെ തൊട്ട് അള്ളാഹുവോട് കാവൽ ചോദിക്കുക എന്നതാണ്. മഹാന്മാരായ സ്വഹാബത്ത് അവർ നമുക്ക് കാണിച്ചു തന്ന ആശയങ്ങൾ കൃത്യമാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു? ഹബീബായി നബി തങ്ങളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യാം. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ത്വാലഅൽ ബദ്ർ നമ്മൾ പാടുമ്പോൾ ആ ത്വാലഅൽ ബദ്ർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ പ്രമേയമായി പാസ്സാക്കിയത് 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പോലും ഒരു കാലത്ത് മുജാഹിദ് പഠിപ്പിച്ചിരുന്നു. തഫ്ഹീമുൽ ഖുർആനിൽ ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തിയിരുന്നു. ഒരുപാട് ഹദീസിൻ്റെ കിതാബുകളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മദീനയെ ഹറമാക്കാൻ അല്ലാഹു തആല സെലക്ട് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻനിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു, വജബ ശുക്റു അലൈന മാദഅലില്ലാഹി ദാഇ. ലോകത്ത് ദഅവത്ത് നടക്കുന്ന കാലത്തോളം, ലോകത്ത് ദഅവത്ത് നടക്കുന്ന കാലത്തോളം ഇത് നടക്കണം നബിയേ, ഈ നന്ദി പ്രകടനം നടക്കണം എന്ന് പറയുമ്പോൾ നബി തങ്ങൾ അതിനെ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മൗലിദാഘോഷമാവട്ടെ, അതുപോലെ ഹബീബിൻ്റെ മദ്ഹ് പറയലാവട്ടെ, അവിടുത്തെ പ്രശംസിക്കലാവട്ടെ, അതിൽ ലോകത്തുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമിനൽ അഅറാബി മൻ യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ, അല്ലാഹു
അള്ളാഹുവുണ്ട് എന്ന് വിശ്വസിക്കുകയും മരിച്ചു പോവണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നവർ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന സമ്പത്തിനെ മദ്ഹുർ റസൂലിനും അവർ ചെലവഴിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അവർ ചെലവഴിക്കുന്നവരാണ്. അലാ ഇന്നഹാ ഖുർബത്തുൻ ഇൻദല്ലാഹുവിൻ്റെ അടുക്കൽ ഖുർബത്താണ്, ഇബാദത്താണ് എന്നുള്ള നിലക്കാണ് അവർ ചെയ്യുന്നത്. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയും റഹ്മത്ത് കൊടുക്കുകയും ചെയ്യുമെന്ന് സൂറത്തു തൗബയിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനമായി പറയട്ടെ, വമാറആഹുൽ മുഅ്മിനൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കാര്യം നല്ലതാണ്, മുഅ്മിനീങ്ങളുടെ അടുക്കൽ നല്ലതാണെങ്കിൽ അത് റബ്ബിൻ്റെ അടുക്കലും നല്ലതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഒരു മാർഗമുണ്ടല്ലോ, ആ മാർഗമാണ് പിൻപറ്റേണ്ടത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അതേ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആശയങ്ങൾ ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ നുവല്ലിഹി മാ തവല്ല, ഭൗതിക ലോകത്ത് ചിലപ്പോൾ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിരിക്കാം, എന്നാൽ പരലോകം നഷ്ടത്തിലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ മാർഗം, സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗം, ആ മാർഗമാണ് പിൻപറ്റേണ്ടത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ ആശയം നിങ്ങളോട് പറയുമ്പോൾ എനിക്കത് പഠിപ്പിച്ചു തന്നത് സുൽത്താനുൽ ഉലമയാണ്. അല്ലാഹുവേ, ആയുരാരോഗ്യവും ആഫിയത്തും നൽകണം അല്ലാ. നെല്ലിക്കുത്ത് ഉസ്താദ്, ചെറുശോൽ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, വാളക്കുളം ഉസ്താദ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാരാണെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ ഉസ്താദ് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഫദ്ഫരിയാണ്. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുറഹ്മാൻ മുസ്ലിയാരാ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഉക്കോയ മുസ്ലിയാരാ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളാ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അഹമ്മദുൽ മഖ്ദൂമ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അലിയുൽ മഖ്ദൂമ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട മഹ്മൂദുൽ മഖ്ദൂമ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ മഖ്ദൂമ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസുൽ മഖ്ദൂമ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഖ്ദൂമ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇബ്നു ജൽ ഹൈതമിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അലിയുൽ ഇറാഖിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അല്ലാമ സഹാബിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഇർബദിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖ് സർസരിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖ് തങ്ങള. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട സലാർ ബിൻ അഹ്മദ് അൽ ഉർദുബിലിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങള. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അഹ്മദുൽ അത്താർ എന്നവരാ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം അൽ ഖസ്വീനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അഹ്മദുൽ മർവസിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇമാമുന റാഫിഈ തങ്ങള. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ റസ്വസിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അബൂ ഫത്ഹി ശാമിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇമാമുന ജുവൈനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ അൽ ബാഖില്ലാനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ശാശിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അല്ലാമ മൻസൂർ അൽ ആബിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അബു ശൈഖുൽ ഇസ്ഫഹാനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി ശൈബാനിയ. അവിടുത്തെ ഉസ്താദോ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബല. അവിടുത്തെ ഉസ്താദോ ഇമാമുന ശാഫിഈ തങ്ങള. അവിടുത്തെ ഉസ്താദോ ഇമാമുന മാലിക് തങ്ങള. അവിടുത്തെ ഉസ്താദോ ഇമാമുന നാഫിഅ തങ്ങള. അവിടുത്തെ ഉസ്താദോ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയ. അവിടുത്തെ ഉസ്താദ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ മുതൽ റസൂലുള്ള വരെ ഈ ആശയം കൈമാറ്റം ചെയ്യപ്പെട്ട വഴിയാ പറഞ്ഞത്. ഇങ്ങനെ ഒരു ബിദ്അത്തുകാരന് പറയാൻ കഴിയൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വഴിയാണ് യഥാർത്ഥ വഴി. ആ വഴിയിലാകുമ്പോഴാണ് നമ്മൾ
മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദുആ കിട്ടുന്നത്, നമ്മുടെ ദുആ സ്വീകരിക്കാൻ മലക്കുകൾ വരുന്ന ഖുർആൻ ഓതുന്നത്, നമ്മുടെ മയ്യത്ത് നിസ്കാരം സഹിയാകാൻ വാനലോകം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തുറക്കപ്പെടണമെങ്കിൽ സുന്നിയാവുക. ഒരാൾക്ക് 4000 മലക്കുകൾ വേണമെങ്കിൽ സുന്നിയാവുക. ഒരാൾക്ക് റഹ്മത്തിറങ്ങുന്ന ഖുർആൻ ഓതപ്പെടണമെങ്കിൽ സുന്നിയാവുക. അങ്ങനെ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ പഠിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.